ഉപ്പപ്പാനെയും ഉമ്മാമാനെയും കരിങ്കല്ലത്താണി കൊണ്ടുവന്ന് അവിടെ കുറച്ച് ദിവസം നിർത്തിയ ശേഷം കണ്ണൂരേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. അല്ലു അത് ഏറ്റവും ബാക്കിൽ ഇരിക്കുകയാണ്. ഈ യാത്ര വളയാതെ പൊളയാതെ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത്. അതിനിടയിൽ ഞാൻ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൂടി കാണുന്നുണ്ട്. അതിലൊരാളെ നിങ്ങളറിയും, കാരണം ഇത് കുറേ മുന്നേ 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 വരേണ്ട വീഡിയോ ആയിരുന്നു. ഈ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ലോഗോ ചെയ്ത ആളെ നിങ്ങൾ അറിയും, അത് പറയാറ്റില്ല ഞാനാണ്. പിന്നെ ഈ ലോഗോൻ്റെ ഉടമസ്ഥ അതാ മക്കളെ വരുന്നുണ്ട്. സാക്ഷാൽ ഹിബ. ഹയ. ഹയ എന്നുള്ളത് ഹിബന്റെ ബൊട്ടീക്ക് നെയിമാണ്. മോളുടെ പേരും ഹയ എന്നാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞ പോരല്ലേ ഹിബ. ഞങ്ങൾ രണ്ടാളും ശരിക്കും ഞങ്ങൾക്ക് എവിടെയോ ലാസ്റ്റ് സിസ്റ്റർ ആണ്, അതും ട്വിൻ സിസ്റ്റർ ആണ് കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേ വരുന്നത് ഡേറ്റ് പറയണം, ഏപ്രിൽ 10th അത്രയും എന്താണ് ഡേറ്റ്. അപ്പൊ പിന്നെ ഒരു മിനിറ്റ് അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭയങ്കര കോയിൻസിഡൻസ് ഉള്ള ഫ്രണ്ടാണ്. കുറെ നാളിന് ശേഷമാണ് ഇവളെ കാണുന്നത്. സോൾമേറ്റ്സ് എന്ന് പറയണം. ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് 3 വർഷം BSc ഫാഷൻ ടെക്നോളജി പഠിച്ച ആളാണ്. ഇവളിപ്പോ ഇവിടെ ബൊട്ടിക്കൊക്കെ ഇട്ടു, ഞാൻ വേറെ എന്തൊക്കെയോ പരിപാടിയായി. ഞങ്ങള് എന്താ പറയാ, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവിചാരിതമായിട്ട് ഒരേപോലെ ആവുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അത്രയും ഭയങ്കര ക്ലോസ് ആയി, അത്രയും ഭയങ്കര എല്ലാ കാര്യങ്ങളും ഒരേപോലെ. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം, എന്റെ മോൻ അല്ലുണ്ടായതും ഇവളെ മോള് ഹയ ഉണ്ടായതും പിന്നെ ഏകദേശം ഒരാഴ്ചന്റെ ഗ്യാപ്പിലാട്ടോ. അത്രയും ഭയങ്കര എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇവളോടാ പറയും, ഇവൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും. പക്ഷെ ഞങ്ങൾ എപ്പോഴും കാണലൊന്നും കേട്ടോ. അപ്പൊ ആര് പുറത്തുനിന്ന് ഹോണടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ജസ്റ്റ് വന്നിട്ട് കാണാൻ വിചാരിച്ചാല് അവള് പിന്നെ കാണാൻ. ഞാൻ ഇറങ്ങാൻ പോകുമ്പോ അടുത്ത ആൾ കൂടി വന്നേ, നീ വെളുപ്പിക്കണം എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഇത് ആയിഷ എന്നാണ് പേര്. പക്ഷെ അവളെ ഫേസ്ബുക്കിലൊക്കെ പേര് ആയിഷ മെഹർ എന്നാണ്. പേരൊക്കെ വിചാരിക്കും വലിയ എന്തോ സംഭവം. അയച്ചു അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടാ ഇത് ഹിബന്റെ മോളാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ല അല്ലുവിന്റെ കൂടെ ജനിച്ച മോളാട്ടോ ഇത്. അപ്പൊ ചേട്ടാ ബൈ. ഞാന് നേരത്തെ എന്റെ വേറൊരു ഫ്രണ്ടിനെ കാണിച്ചില്ലേ, ഇത് വേറൊരു ഫ്രണ്ട് കേട്ടോ. വ്ളോഗാണ് ഇതൊക്കെ കേൾക്കൂട്ടോ, മൈക്കാണ്. ഇവളെന്റെ grade 1 മുതൽ grade 7 വരെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. grade 7 ഇവള് വേറെ സ്കൂള് മാറിപ്പോയപ്പോ എനിക്ക് സങ്കടം സഹിച്ചില്ല, ഞാനൊരു കവിത എഴുതി. അങ്ങനെ ഞാൻ ഭയങ്കര ഫേമസ് ആയി, ഞാൻ കവിത്രയായി. അങ്ങനെയാണ് ഞാൻ കവിത്ര ആയതിന്റെ ഉറവിടാണ് കേട്ടോ ഇവള്. നല്ല വലിയ മുടി കണ്ടിട്ടുണ്ടായിരുന്നേ. ഞങ്ങള് മുടി സ്കെയിലൊക്കെ വെച്ച് അളന്നിരുന്ന ആൾക്കാര്. ഇപ്പൊ നോക്കി ഇവൾക്ക് സ്കെയിലൊന്നും വേണ്ട, മൊത്തം ചെയ്യും മൊത്തം. ഇപ്പൊ ആശാത്തി അയർലാൻഡിലാണ് അല്ലെ. മോളെവിടെ? മോനായിരുന്നു. നിന്റെ മോനും മോളെ. ഓക്കെ. നമ്മൾ കുറേ വർഷത്തിന് ശേഷം കൂടെ പഠിച്ച ആൾക്കാരെയും അവരുടെ മക്കളെയും ഇനി അവരുടെ മക്കളെയും ഒക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.